ഹലോ. തിരക്കായിരുന്നോ? തിരക്കൊന്നും ഇല്ലടാ. നീ ചുമ്മാ വിളിച്ചാ? നിന്നെ കുറെ നാളായില്ലേ വിളിയൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ അവളിങ്ങനെ പറഞ്ഞായിരുന്നു ചേച്ചി ഡിവോഴ്സായി, അയ്യോ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം സെറ്റായെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചപ്പോ ഒരു അതിന്റെ കാര്യമൊക്കെ ചോദിക്കാൻ. 4-5 മാസമായി അവളിപ്പോഴാ പറയുന്നത്. ഞാൻ ഓർത്തവള് അന്നേ പറഞ്ഞു കാണുമായിരിക്കും. അമ്മയൊന്നും പറഞ്ഞില്ല. ഇല്ല, ആരും അങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എല്ലാം പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞു. ഞാനും പിന്നെ അതിന്റെ തിരക്കായി പോയി. പിന്നെ നിന്നെ വിളിക്കാനൊന്നും പറ്റിയില്ല. 4-5 മാസമായി. നിന്നെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. നേരത്തെ നീ ഇവിടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വന്നാൽ ഇങ്ങോട്ട് കേറുന്നതല്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ കാണുന്നില്ലല്ലോ. ഞാൻ തിരക്കായി പോയില്ല, പ്രധാനപ്പെട്ട തിരക്കായിരുന്നു. ഞാൻ ഡിവോഴ്സ് ആവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തത് എനിക്ക് കാര്യം ചെയ്യാനുണ്ടായിരുന്നു. എന്താ? അതൊന്നും വീടൊന്നും വിചാരിച്ചില്ല, അവരോടൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇല്ല, നീ വളച്ചുകെട്ടില്ലാത്ത കാര്യം പറ. എന്റെ ടെൻഷൻ ഇല്ലാതൊന്നല്ല, എനിക്ക് പണ്ടൊക്കെ ചേച്ചിന് നോട്ടം ഉണ്ടായിരുന്നു. ചേച്ചിനെ കാണാൻ ഭയങ്കര രസമായിരുന്നു. എനിക്ക് ചേച്ചിയോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ കല്യാണക്കാരോട് ഞാൻ ഇങ്ങനത്തെ പറയുന്നതൊക്കെ പേടിയായിരുന്നു. ഇപ്പൊ തുടങ്ങിയതാ അതോ നേരത്തെ? അല്ല, എനിക്ക് നേരത്തോട്ടുള്ളതാ, പക്ഷെ പറയാനുള്ള ധൈര്യം എനിക്ക് ഇപ്പോഴാണ്. ചേച്ചിക്ക് അതില് കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല. ഒരു വർഷമൊക്കെ ആയില്ലേ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട്? 1 വർഷമായി. ഇത്രയും നാളൊക്കെ ഭയങ്കര പാടല്ലേ? പാടാണ്. ഞാൻ പിന്നെ സ്വന്തമായിട്ട് ഇടയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു, കാരണം കൂടെ ആരും ഇല്ലല്ലോ. കുഴപ്പമില്ല. ഞാൻ മുന്നോട്ട് താല്പര്യമുണ്ടോ? താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ അവളറിയുന്നൊരു പേടി. നമുക്ക് അറിയാതെ നോക്കാം, അറിയുന്ന പ്രശ്നം കിട്ടില്ല. ഞാൻ നിന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് ചുമ്മാ നിന്നെ കണ്ടിട്ട് കുറെ നാളായി, അവളുമായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറയാനായിട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങോട്ട് വരാം. അവളില്ലാതെ വരാനായിട്ടോ? അതിന് തന്നെ അന്നിപ്പോ വീട്ടിലോട്ട് വരുന്നതിന് തന്നെ കുഴപ്പം. എന്നാ അടുത്ത ആഴ്ച വരുമോ? ഞാന് അടുത്ത വെള്ളിയാഴ്ച വരട്ടെ വൈകിട്ട്. വൈകിട്ട് വന്നിട്ട് നീ അപ്പൊ എപ്പ തിരിച്ചു പോകും? വീട്ടിൽ കയറണ്ടേ? അയ്യോ, രാവിലത്തേക്ക്. അപ്പൊ അവള് ചോദിക്കൂല്ലേ ഇവിടെ? അത് കുഴപ്പമൊന്നുമില്ല, അത് എന്തായാലും ഇത്രയും ദൂരമല്ലേ, ഞാൻ എവിടാന്നൊന്നും അറിയത്തില്ലല്ലോ. അല്ല, നിനക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നീ പോരെ. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് വരാം. അല്ലേ ചേച്ചിക്ക് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയായിരുന്നു. വേണ്ടടാ, നീ ഇങ്ങോട്ട് പോര്. ഇവിടെ ആരും ഇല്ല, അയൽവക്കം കുറവല്ലേ, നീ കണ്ടിട്ടില്ലേ. ഇങ്ങോട്ട് പോരുന്ന നല്ലത്. നമുക്ക് സമയം കിട്ടുമ്പോ വേറെ എവിടെയെങ്കിലും പോകാം. നീ അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് വരുമ്പോ ഇങ്ങോട്ട് പോര്, അതല്ലേ നല്ലത്. എന്തായാലും 8-9 കൊല്ലത്തെ കല്യാണം കൊള്ളണം, നല്ല എക്സ്പീരിയൻസ് ആളായിരിക്കുമല്ലോ. പറയുന്ന ആൾക്കില്ലാത്ത പോലെ. നമുക്ക് ഇത്ര ഒന്നും ഇല്ലല്ലോ. എക്സ്പീരിയൻസ് ചേച്ചിയുടെ അത്ര ഒന്നും അവൾക്ക് കിട്ടിയിട്ടില്ല കേട്ടാ. എന്താ? എല്ലാം അവളുമായിട്ടൊന്നും ഇല്ല. അതുപോലെ അവക്കല്ലെങ്കിലും പണ്ട് തൊട്ടേ പഠിത്തം ഇച്ചിരി പഠിപ്പിച്ചിട്ടായിരുന്നേ. കുറച്ചും കൂടി ഒന്നുമില്ല നിങ്ങൾ തമ്മില്. നിർബന്ധിക്കണം ഞാൻ എന്തെങ്കിലുമൊക്കെ, ഇങ്ങോട്ടായിട്ടൊന്നും വരത്തില്ല. അല്ലാതെ ഒന്നുമില്ല. അല്ലാതെ ഒന്നുമില്ല. ചേച്ചിക്ക് ഒന്നും പ്രശ്നമില്ലല്ലോ. എനിക്ക് എന്തായാലും പ്രശ്നമില്ല. എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്ത് മടുത്തു. ഭയങ്കരമായിട്ട് മടുത്തു. കുറേ നാളായിട്ട് ഇപ്പം അത് മാത്രമേ ഉള്ളൊരു
സമാധാനം, പിന്നെ ഡിവോഴ്സ് ഒരിക്കൽ. ചേച്ചിയുടെ പ്രശ്നമൊക്കെ ഞാൻ മാറ്റിത്തരാം. എനിക്കും വേണ്ടതാ. ജസ്റ്റ് ഞാൻ ഓർത്തില്ല ചേച്ചി സംസാരിച്ചേക്ക് ചേച്ചിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിപ്പോഴറിയാം. വന്നിട്ട് നീ പകലല്ലേ പോകത്തുള്ളൂ, രാത്രി മൊത്തം ഇവിടെ കാണത്തില്ലേ? രാത്രി മൊത്തം ഞാൻ അവിടെ കാണും. ഒരു വർഷത്തെ പ്രശ്നമില്ല, അത് രക്ഷപോലെ ഞാൻ തീർക്കണം. പിന്നെ നല്ല രീതിയിൽ തീർത്ത് കഴിഞ്ഞാൽ കുടിക്കുന്ന ഇഷ്ടമാണ് എനിക്ക്. ഇഷ്ടമാണെന്ന് വെച്ചാൽ കുടിക്കും. എപ്പോഴും കുടിക്കാറുണ്ട്. എപ്പോഴും ഒന്നുമില്ല. അത് ചേട്ടനല്ലാതെ വേറെ ആരും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ട്രൈ ചെയ്യാൻ പോലും? പണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നവിടുത്തെ 1-2 പയ്യന്മാരിങ്ങനെ ചില ഫ്ലേട്ടിങ് പോലെ വരുമായിരുന്നു. പക്ഷെ അന്നൊക്കെ ഇങ്ങനെ എനിക്കൊരു മാനസികാവസ്ഥ വന്നില്ല. ഡിവോഴ്സിന്റെ ഒക്കെ ഇത് തിരക്കായതുകൊണ്ട്. ഇനിയിപ്പോ ഞാനുണ്ടല്ലോ, ഞാനിപ്പോ അങ്ങോട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്കിതുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അവൾ ഇതൊന്നും സമ്മതിക്കത്തില്ല. കൊറേ കാര്യങ്ങള് എന്ന് വെച്ചാൽ അവൾ ഒന്നിനും സമ്മതിക്കില്ല. നിങ്ങളിപ്പം ചെയ്യും പോവും അങ്ങനെ ഉള്ളൂ. ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് 2-3 മണിക്കൂറൊക്കെ നിക്കുവോ നിങ്ങള് തമ്മില്? ഇല്ല, കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് താല്പര്യമില്ല. അവള് വയ്യെന്ന് പറഞ്ഞോണ്ട് അവള് പോകും. എന്നോട് ആണോ? എന്നോട് അവൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല കേട്ടോ. എന്നോട് ഇതുവരൊന്നും നിങ്ങളെ അതിനെപ്പറ്റി ഒരു സംസാരമൊന്നും വന്നിട്ടില്ല. അവളപ്പം കുടിക്കില്ല, അവൾക്ക് താല്പര്യമില്ല അതൊന്നും. എനിക്കങ്ങനൊന്നും ഇല്ല. ചെയ്തിട്ടുണ്ട്. നമുക്ക് ആയിട്ടോട്ട് വരുമ്പോ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. ആഴ്ചയിലൊരു 3-4 തവണയെങ്കിലും ഇല്ല? ഞാൻ നോക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യണം, രാത്രികളിൽ മാത്രം വരാം. നീ രാത്രിയില് വന്നാ മതി, അതാ നല്ലത്. വന്നിട്ട് ഞാൻ രാവിലെ തന്നെ പൊക്കോളാം. വരുമ്പം മറ്റേ സാധനം കൂടി മേടിക്കണം, ഞാൻ നിർത്തിയിട്ടില്ല. ആണോ? നമുക്ക് നോക്കാം. ചേച്ചിന് വേറെ കല്യാണം നോക്കുന്നുണ്ടോ? ഉടനെ ഇല്ല. അമ്മയും പറയുന്നുണ്ട്, അവളും പറയുന്നുണ്ട്, മാട്രിമോണിയിലൊക്കെ ഇടാൻ പറയുന്നുണ്ട്. ഇനിയിപ്പൊ ഞാൻ ഉടനെ എന്തായാലും ഇടത്തില്ല. ഉടനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും പോയി. ഇനിയിപ്പൊ ഞാൻ ഉടനെ എന്തായാലും ഇടത്തില്ല. ഇപ്പം നമുക്ക് റിസ്ക് എടുക്കാതെ കാര്യം ഉണ്ടെങ്കിലേ നടക്കുമെങ്കിൽ പിന്നെ വെറുതെ എന്തിനാ? ജോലി കിട്ടിയ കസ്റ്റമറിയില്ലേ, നീ ഇപ്പൊ ഇന്നെന്താ പരിപാടി? ഇന്ന് പറഞ്ഞാണ് എനിക്കിത് കേട്ടപ്പോ എക്സൈറ്റ്മെന്റ് വേണ്ട പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല.